ഇതുണ്ടോ, ഇതാണ്, ഇത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കയറി നിന്നാൽ പോലും ഇതൊന്നും ആവില്ല. ഇന്നലെ ലോക്കൽ ഹെൽമെറ്റ്സിൻ്റെ ഒരു വീഡിയോ ഇട്ടപ്പം അതിൻ്റെ അടി വന്ന് കുറേ കമൻറ്റ് വന്നിരുന്നു. ഈ ഹെൽമെറ്റ് എല്ലാ ഹെൽമെറ്റും ഇതുപോലെ നമുക്ക് ഞെക്കി കഴിഞ്ഞാൽ പൊട്ടുന്നു, അതേപോലെ പ്രീമിയം ഹെൽമെറ്റ് ഇതിൻ്റെ എങ്ങനെയാണെന്ന് കാണിക്കുമോ ചോദിച്ചിട്ട് കുറേ കമൻറ്റ് വന്നിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടുതൽ കമൻറ്റ് ഉണ്ടായിരുന്നത് എനിക്ക് ഫിസിക്സ് അറിയാത്തതുകൊണ്ടാണ് എല്ലാ ഹെൽമെറ്റും ഇങ്ങനെ ഞെക്കിയാൽ പൊട്ടുന്നത്. അതായത് ഇത് പ്രീമിയം ഹെൽമെറ്റാണ്, NHKയുടെ ഒരു 4000 above ഒരു പ്രീമിയം ഹെൽമെറ്റ്സിൻ്റെ EBS ആണിത്. അതിൽ ഒറ്റ പീസായിട്ടിൽ വരിക. പിന്നെ ഇത് സ്റ്റഡ്സിൻ്റെ ഒരു 1000 റേറ്റ് വരുന്ന ഹെൽമെറ്റിൻ്റെ EBS ആണ്. ഇത് മാർക്കറ്റിൽ 400-500 രൂപ കിട്ടുന്ന ഹെൽമെറ്റിൻ്റെ EBSും. അപ്പോൾ ഇതിനുള്ള വ്യത്യാസം എന്താണെന്ന് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. പിന്നെ ഇതിൽ വേറൊരു പ്രത്യേകത എന്താ വെച്ചാൽ ഇതിൻ്റെ ഇവിടെ നിങ്ങൾക്കൊരു ഗ്യാപ്പാണ്, ഇവിടെ ഈ 4 ഭാഗത്തുണ്ടാവും. അപ്പോൾ ഇവിടെ ഒരു ഇമ്പാക്റ്റ് ചെയ്യുന്ന സമയത്ത് ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പ്രസ് ആവും ഉണ്ടല്ലേ. അപ്പോൾ ഈ ഒരു ഷോക്ക് ഇത് അബ്സർവ് ചെയ്യും. അപ്പോൾ നമ്മൾ തലക്കോ ഒന്നും നമുക്ക് പറ്റില്ല. ബാക്കിയുള്ളത് ഇത് ഇതേപോലെ പ്രസ്സായിട്ട് ഇങ്ങനെ കിട്ടും. ഇതും ഇതേപോലെ നെക്കി കഴിഞ്ഞാൽ ഒന്നും പൊട്ടൂല ഉണ്ടല്ലേ, ഇത് പൊട്ടൂല. ഇനി ഇതിലും അതേപോലെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തിരി അടയാളം വരും. ഇനി ഇത് പ്രത്യേകിച്ച് പ്രസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കണ്ടില്ലേ, ഇതുള്ളൂ, ഇതുണ്ടോ, ഇതാണ്, ഇത്രേ ഉള്ളൂ. മറ്റേക്ക് നെക്കിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതാണ്, ഇത്രേ ഉള്ളൂ. കണ്ടോ, ഇതാണ് നിങ്ങൾ പറഞ്ഞ എല്ലാ ഹെൽമെറ്റും ഇതേപോലെയാണ് പറഞ്ഞ ഹെൽമെറ്റിൻ്റെ അവസ്ഥ. ഇനി ഇതിലോട്ട് വരുമ്പോൾ ഇതും അതെ, ഇത് ഇനിയിപ്പോൾ മറ്റേക്ക് നെക്കണ്ട. ഇപ്പം ഇങ്ങനെ നോക്കാം ഉണ്ടല്ലോ, ഒരിക്കലും ഇത് പൊട്ടിപ്പോവില്ല കേട്ടോ, ഒന്നും ആവില്ല. ഇനിയിപ്പോൾ പ്രീമിയത്തേക്ക് വരുമ്പോൾ നമുക്ക് ഇത്രയും കിട്ടും. ഇത് ചിൻഭാഗത്ത് വരുന്ന ഒരു EBS ആണ്, പ്രൊട്ടക്ഷന് വേണ്ടിയുള്ള സാധനമാണ്. അതുപോലെ ഇതിനിപ്പോൾ നിങ്ങൾക്ക് കുറേ വെൻറ്റും അതിൻ്റെ സ്ട്രക്ചർ തന്നെ കുറേ മാറ്റം സാധിക്കും. അത് എയർ വെൻറ്റിൻ്റെയും പിന്നെ അതിൻ്റെ ഒരു ക്രംബിൾസും ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയുള്ള സംഭവമാണ് ഇത്. ചിലർക്ക് മനസ്സിലായി, ചില ആൾക്കാരെ വിചാരം ഇപ്പോഴും ഇതേപോലുള്ള EBS ആണ് എല്ലാ ഹെൽമെറ്റിനും വരുന്നുള്ളതാണ്. അപ്പോൾ ലോക്കൽ ഹെൽമെറ്റും പ്രീമിയം ഹെൽമെറ്റും നല്ല മാറ്റമുണ്ട്. ഇതൊന്നും ചെയ്യേണ്ടതുണ്ടോ, കണ്ടില്ലേ, ഇത്രേ ഉള്ളൂ. ഇതിങ്ങനെ നെക്കി കഴിഞ്ഞാൽ ഇത് ജസ്റ്റ് ഒന്നും വേണ്ട, ഇങ്ങനെ ചെറിയ മക്കൾ വെക്കരുത്, ഇങ്ങനെ ഉണ്ടോ, ഇത്രേ ഉള്ളത്, ഇത്രേ ഉള്ളത്. ഇതിനാണ് നിങ്ങൾ ഫിസിക്സ് പഠിക്കാനും ഒക്കെ പറഞ്ഞത്. ഫിസിക്സ് ഒക്കെ ശരി തന്നെയാണ്, പക്ഷേ എല്ലാ ഹെൽമെറ്റും ഇങ്ങനെയല്ല. ഈ വേറൊരു കാര്യം കാണിച്ചു തരാം. ഇതുണ്ടോ, ഇത് നമ്മൾ കയറി നിന്നാൽ പോലും ഇതൊന്നും ആവില്ല ഉണ്ടല്ലേ, ഇതൊന്നും ആവില്ല. ഇതുപോലെ ഇതൊന്നും ആവില്ല കയറി നിന്ന് കഴിഞ്ഞാൽ. ഇതുമ്പോൾ കയറിക്കാൻ പറ്റില്ല, ഇത് പോവും. അപ്പോൾ ഫിസിക്സ് പഠിക്കാൻ പറഞ്ഞ ആൾക്കാർ ഫിസിക്സ് പഠിക്കുക, ഇടയ്ക്ക് ഇതൊക്കെ ഒന്ന് നോക്കുക, മനസ്സിലായില്ലേ. ഹെൽമെറ്റിനെ പറ്റി ഒന്ന് അറിയണത് നല്ലതാണ്, അറിയാത്തതുകൊണ്ട് ആയിരിക്കും അവരങ്ങനെ പറഞ്ഞത്. ഇനി ഇതാണ് പ്രീമിയം, ഇത് NHKയുടെ, ഇപ്പോൾ ഇത് ലോക്കലാന്ന് പറയണ്ട, ഇത് NHKയുടെ പ്രീമിയം സാധനമാണ്. ഇത് യൂസ് ചെയ്തവർക്ക് അറിയാം, ഇത് ഇമ്പോർട്ടർ ക്വാളിറ്റിയാണ്. ഇത് നമ്മുടെ സ്റ്റഡ്സിൻ്റെ മോഡൽ. ഇത് ജസ്റ്റ് 1000 റേറ്റ് വരുന്നത്. ഇത് റോഡ് സൈഡിൽ നിന്ന് കിട്ടുന്ന ഐറ്റം. ഓക്കെ, അപ്പോൾ അതല്ലേ, ഇതൊക്കെയാണ് സംഭവം സെറ്റപ്പ്.